ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബർത്ത്ഡേ വ്ളോഗാണ് എടുക്കുന്നത്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനായിട്ട് എന്താണ് ചെയ്തത്, എന്തൊക്കെയാണ് കേക്ക്, അതെല്ലാം ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു വ്ളോഗ് എടുക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷം ഞാൻ ഇവിടെ ഉണ്ടാവുമോ ജോർജിയയിൽ എന്ന് അറിഞ്ഞുകൂടാ, ബിക്കോസ് പഠിത്തം കഴിയാറായി. അപ്പോൾ ഇപ്രാവശ്യം ഇന്ന് ഞാനൊരു റെസ്റ്റോറൻറ്റ്, ഇന്നലെ രാത്രി കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. എന്നിട്ട് ഈ വീഡിയോ നാളെ വരും. അപ്പം അങ്ങനത്തെ ഒരു പ്ലാനാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇനിയിപ്പോൾ ഒരു കടകളിലെ റെസ്റ്റോറൻറ്റിൽ പോകണം. അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു അടിപൊളി റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഫുൾ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആയിട്ട് ഈ വ്ളോഗായിട്ട് ഞാൻ ചെയ്യും. അപ്പോൾ അവിടുത്തെ ആംബിയൻസും പിന്നെ അവിടെ എടുത്ത കുറച്ച് ഷോർട്സും കാര്യങ്ങളും, എന്തൊക്കെയാണ് കഴിച്ചത് വെച്ചത്, പിന്നെ ബർത്ത്ഡേയിലെ കേക്ക് കട്ടി, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത ഒരു വീഡിയോ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ള് കാണുക. ഒരു അടിപൊളി വ്ളോഗായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇന്ന് ചെയ്തില്ല, കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ വെളിയിൽ പോവും. വെളിയിൽ പോയിട്ട് ബാക്കിയുള്ള ഷോർട്സും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഇതാണ് ഞാൻ ഇടുന്ന ഔട്ട്ഫിറ്റ്. ഇതാണ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ കൂടെ എല്ലാം ഇട്ട് ഞാൻ ഇപ്പോൾ കാണിക്കാം നിങ്ങൾക്ക്. ഫുൾ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് പൊളിക്കും. ഇതാണ് ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയും അഭിപ്രായം. അവസാനം ഞാൻ ഫോട്ടോയും കാണിക്കുന്നുണ്ട്. ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ്. ഓക്കെ, എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ടാക്സി പിടിച്ചിട്ട് റെസ്റ്റോറൻറ്റ് എത്തി. അവിടുത്തെ ഏറ്റവും ടോപ്പ് റെസ്റ്റോറൻറ്റ് മിൽട്ട് മോർ. അപ്പോൾ അവിടെ എത്തി. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം. നല്ല മഴക്കോളും ഉണ്ടായിരുന്നു, പക്ഷേ മഴ പെയ്തില്ല. ഇതാണ് അതിൻ്റെ അകത്തെ ഇൻറ്റീരിയർ ഫുള്ള്. ഞാൻ നിങ്ങൾക്ക് കുറേ കാണിച്ചു തരുന്നുണ്ട്. അത് നിങ്ങൾ അല്ലാതെ തന്നെ എൻജോയ് ചെയ്താൽ മതി. ഇതാണ് ഫുള്ള് ഇൻറ്റീരിയർ. പിന്നെ ഞാൻ അവിടെ നിന്ന് ലിഫ്റ്റ് കയറി മുകളിലത്തെ വ്യൂ, എൻ്റെ മോനെ 31st ഫ്ലോറിലാണ് ഇതുള്ളത്. അത്ര അടിപൊളി വ്യൂ ആയിരുന്നു. ഇതാണ് റെസ്റ്റോറൻറ്റ്. പിന്നെ ഇതാണ് കയറുന്നതിന് മുന്നത്തെ സ്ഥലം. അതിനുശേഷം അതായത് ഫുൾ വ്യൂ നിങ്ങൾക്ക് കാണാം. ആ റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങളെ. ഫുൾ വ്യൂ ആണിത്. കണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. ഒന്നും പറയാനൊന്നുമില്ല. ഇത് ടേബിളാണ്. ഇതും പൊളിച്ചിട്ടുണ്ട്. ഇത് അവർ കൊണ്ട് തന്നത്. പിന്നെ അവരൊരു ബ്രെഡും ബട്ടറും പ്രൊവൈഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണത്. ആ ബട്ടറാണെങ്കിൽ നല്ല ക്യൂട്ട്, അതങ്ങനെ പ്രൊവൈഡ് ചെയ്തു. പിന്നെ ഓർഡർ ചെയ്ത ഫുഡ് ഐറ്റംസ്, സീസർ സലാഡ്, ബിരിയാണി, പിന്നെ മിഡിൽ ഈസ്റ്റേൺ ടിപ്സ്, ഇതൊക്കെയാണ്. പിന്നെ ഒരു ലെമനേഡും വാട്ടർ ബോട്ടിൽ, ഇത്രയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അവിടുത്തെ വ്യൂ എൻ്റെ കാണിച്ചു തരുവാണ് ഞാൻ. അപ്പോൾ ഗൈസ്, ഞാനിപ്പം തിരിച്ച് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഇപ്പോൾ വന്ന് കയറി ഫ്രഷ് ആയിട്ട് ക്രീമൊക്കെ ഇട്ട് അപ്പോൾ കിടക്കാനുള്ള ഇതിലാണ്. മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കിടക്കാൻ പോവുക. അപ്പോൾ വേറെ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എന്തായാലും അടിച്ചു പൊളിച്ച് ബർത്ത്ഡേ എൻ്റെ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നാളെ സൺഡേ ആയതുകൊണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ സമയം 1 മണി ആവാറായി. എത്ര ലേറ്റായി. അപ്പോൾ പോയി പൊളിച്ച് എല്ലാ വ്യൂ എല്ലാം നിങ്ങൾക്ക് അതിൽ കാണാം. നല്ല അടിപൊളി ഒരു ഇതാണ്. ബാക്കിയെല്ലാം ഞാൻ അതിൽ പറയും. ഇത് മിൽട്ട് മോറിലാണ് പോയത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ഇത് അറിയാൻ പറ്റൂ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ജസ്റ്റ് എല്ലാം കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാം നിങ്ങൾക്ക് കാണാം. പിന്നെ ഓർഡർ ചെയ്ത എല്ലാം ആ സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ കൂടെ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം ക്ലിയർ ആവും. ഒരാവശ്യത്തിന് ഒരു ബഡ്ജറ്റ് വരും, എന്നാലും ഓക്കെയാണ്. നല്ല വ്യൂ വെച്ച് കഴിക്കാനും കാര്യത്തിനെല്ലാം നല്ല ബെസ്റ്റ് ആയിരിക്കും. നല്ല വെർത്താണ്, ഒരു രക്ഷയില്ല.
പിന്നെ അതിൻ്റെ വെളിയിലെ സീനറിയൊക്കെ കാണാൻ ഒരു രക്ഷയില്ല. പോയാൽ നല്ല വെറുത്തായിരിക്കും, അതിലൊന്നും പറയാനൊന്നുമില്ല. അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഫുഡിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ മോനെ എല്ലാത്തിൻ്റെയും ഇത് എടുക്കാൻ പറ്റിയില്ല, പക്ഷേ കഴിച്ചതിൻ്റെ എല്ലാം പേഴ്സണലി പറയണമെങ്കിൽ ഒരു രക്ഷയില്ല. ഞാൻ അവിടെ തന്നെ ബിരിയാണി കഴിച്ചു, നമ്മുടെ നാട്ടിലെ മോനെ വല്ലാത്ത ടേസ്റ്റ് തന്നെ. ഞാൻ വിചാരിച്ചു പോലുമില്ല അങ്ങനത്തെ ഒരു സാധനം അവിടെ കിട്ടുമെന്ന്. നമ്മളെ പപ്പടം, കേട്, അച്ചാറ് എല്ലാം കൂടെ ജോർജിയൻ്റെ ഒരിതാണ്. പക്ഷേ ഈസ്റ്റേൺ ഡിഷ് എന്ന് പറഞ്ഞാൽ അവരവിടെ വെച്ചിരിക്കുക. പക്ഷേ എന്തായാലും പൊളിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മെഡിറ്റേറിയൻ ഡിപ്പ് അതെല്ലാം പൊളിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല. ഇപ്പം ചുരുക്കം പറഞ്ഞാൽ എന്തായാലും അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ആണ്. എല്ലാം നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്ക് എന്തായാലും 10/10 ആണ്, രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ പോയി ഇവിടെ വരണവരാണെങ്കിലും അവിടെ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്. സമയ റെസ്റ്റോറൻ്റ് എന്നാണ് പേര്. അപ്പോൾ എന്തായാലും പോയി അടിച്ചു പൊളിച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. അപ്പോൾ എന്തായാലും എൻ്റെ ബർത്ത്ഡേ ദിവസം ഞാൻ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ ഗൈസ്. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് ഗിഫ്റ്റും കൂടെ കാണിച്ചു തരാൻ പോവുക ഈ വീഡിയോയിൽ. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു അതിനെയൊന്നും സെപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ട, അതൊരു ചെറിയ ഗിഫ്റ്റുകളാണ്, ഒരു വലുതും ഒരു ചെറിയ ഗിഫ്റ്റും. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വിചാരിക്കുക. അപ്പം അതും കൂടെ ആകുമ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ്, ലാസ്റ്റ് ഗിഫ്റ്റ്സും കൂടെ കാണിച്ച്. അപ്പം എന്തായാലും ഞാൻ ഗിഫ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗിഫ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ഗിഫ്റ്റാണ്, ടെർണോവയെന്ന് ഗിഫ്റ്റ്. എൻ്റെ കൂട്ടുകാരൻ തന്നതാണ് ടെർണോവ. ഇപ്രാവശ്യം അധികം ആൾക്കാരൊന്നുമില്ല, അത് കാരണം ഇത്ര ഗിഫ്റ്റ്സ് ഒന്നും ഇല്ല. നമ്മൾ ആൾക്കാർ കുറയുമ്പോൾ ഗിഫ്റ്റും കുറയും. ഇതുപോലെ ഇതൊരു ടീഷർട്ട് തന്നായിരുന്നു, നല്ല രസമുണ്ടത്. പിന്നെ തന്നത് കളിയ ഒരു സ്പ്രേ ഉണ്ട്, ഇവിടുത്തെ ഒരു നല്ലൊരു ബ്രാൻഡാണ്, നല്ലൊരു സ്പ്രേ ആണ്, അടിപൊളി സ്പ്രേ ആണ്, ഈഫിൽ എന്ന് പറയും. ഇതാണ് എനിക്ക് തന്നത്. ഉണ്ടല്ലോ എനിക്കൊരു വേറൊരു ഫ്രണ്ട് എനിക്കൊരു സാധനം കൂടെ തന്നിട്ടുണ്ട്, അത് പൊളിയാണ്. ഈ സാധനം തന്നിട്ടുണ്ട്. അപ്പം ഇത് എന്ന് പറയുന്നത് എയർപോഡ്സ് ആണ് തന്നിരിക്കുന്നത്, എയർപോഡ്സ് 4. അപ്പം ഇത് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ്. പിന്നെ അല്ലാതെ കുറച്ച് ലെറ്റേഴ്സും കാര്യങ്ങളും, അല്ലാതെ വേറെ കൂടുതലില്ല. ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്, അത്രയ്ക്കൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടെ തന്നെ ചെയ്തങ്ങ് വിടുക. ഈ ഗിഫ്റ്റ് തന്ന അവർക്ക് താങ്ക് യു സോ മച്ച്. അത്രയും പറഞ്ഞ് ഞാൻ എന്തായാലും വീഡിയോ നിർത്തുക. ഇത് ഞാൻ ഇന്ന് രാവിലെ കാണിക്കുകയാണ്, അതിൻ്റെ കൂടെ ആഡാക്കുന്നേ ഉള്ളൂ ബാക്കിൽ. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുമായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇതും കൂടെ കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ്.